മുഖ്യമന്ത്രിയോടും സിപിഎമ്മിനോടും ഇടഞ്ഞു നിൽക്കുന്ന പി.വി. അൻവർ എം.എൽ.എയെ കൈവിട്ട് ഇടത് സഹയാത്രികരായ കെ.ടി. ജലീലും കാരാട്ട് റസാഖും രംഗത്ത് വന്നിരിക്കുകയാണ്. അൻവറിനെ സഹായിക്കുന്ന നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല എന്നും രാഷ്ട്രീയപരമായ വിയോജിപ്പ് അറിയിക്കുമെന്നും കെ.ടി. ജലീൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സമീപകാലത്ത് ഉയർന്നുവന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പി.വി. അൻവർ പോലീസ് സേനയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിൽ ശരികൾ ഉണ്ടെന്ന് താൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പക്ഷേ പോലീസ് സേനയിൽ മൊത്തം പ്രശ്നമുണ്ടെന്ന് അൻവർ പറഞ്ഞിട്ടില്ല. താൻ അഭിപ്രായവും വിമർശനവും പറയും, എന്നാൽ അൻവറിനെ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടില്ലെന്നും കെ.ടി. ജലീൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പി.വി. അൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയിലേക്കില്ല എന്നും കെ.ടി. ജലീൽ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സിപിഎമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകുമെന്നും കെ.ടി. ജലീൽ പറയുന്നു. ഇടതുപക്ഷത്തെ ബി.ജെ.പി. അനുകൂലികളാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും പാർട്ടിയോടോ മുന്നണിയോടോ നന്ദികേട് കാണിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെയോ പാർട്ടിയെയോ തള്ളിപ്പറയില്ല. അങ്ങനെ വന്നാൽ ഒരു വിഭാഗം സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടും. അത് കേരളത്തെ വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും. അങ്ങനെയൊരു പാതകം ഉണ്ടായിക്കൂടാ എന്നും കെ.ടി. ജലീൽ പറയുന്നുണ്ട്. എ.ഡി.ജി.പിയെ പൂർണ്ണമായി തന്നെ മാറ്റണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. സുജിത് ദാസിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടായിരുന്നു, അതാണ് നടപടിയെടുത്തത്. എ.ഡി.ജി.പി RSS നേതാവിനെ കാണാൻ പാടില്ല, അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ഉടൻ നടപടിയുണ്ടാകും, അഭിപ്രായവും വിമർശനവും പറയും. എന്നാൽ അൻവറിനെ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടില്ല. അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് തന്റെ ബോധ്യം. ആ ബോധ്യം അൻവറിന് ഉണ്ടാകണമെന്നില്ല എന്നും ജലീൽ കൂട്ടിച്ചേർത്തു. തനിക്കൊന്നും വേണ്ട, ഒരു പദവിയും വേണ്ട, പാർട്ടിയിൽ നിന്ന് ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, എഴുത്ത്, യാത്ര, പഠനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ജലീൽ വ്യക്തമാക്കി. മീസാൻ കല്ലിൽ പേരെഴുതും വരെ അല്ലെങ്കിൽ പാർലമെന്റിൽ കിടന്ന് മരിക്കണം, നിയമസഭയിൽ കിടന്ന് മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഈ പാർട്ടിയിലില്ല. മത്സരിച്ച് ഈ പഹേനൊന്ന് ചത്ത കിട്ടിയാൽ മതിയെന്ന് കരുതുന്നവർ മറ്റു പാർട്ടിയിലുണ്ടെന്നും ജലീൽ പരിഹസിച്ചു. ഒപ്പം തന്നെ ഇനി നിലമ്പൂർ എം.എൽ.എ പി.വി. അൻവറിന് പിന്തുണയില്ല എന്ന് ഇടത് സഹയാത്രികനായ കാരാട്ട് റസാഖും വ്യക്തമാക്കിയിരുന്നു. പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച പരാതികളിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും നടപടിയുണ്ടായി. അതിനുശേഷവും അദ്ദേഹത്തിന് പിന്തുണ നൽകാനാവില്ല എന്നാണ് കാരാട്ട് റസാഖ് വ്യക്തമാക്കുന്നത്. പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പി.വി. അൻവറിന് വേണ്ടിയാണ്. വർഗീയ നിലപാട് സ്വീകരിക്കാൻ പി.വി. അൻവറിനാവില്ലെന്നാണ് കരുതുന്നത്. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് വർഗീയവാദി എന്ന കാഴ്ചപ്പാട് ശരിയല്ല. മറ്റ് മതക്കാരെ അധിക്ഷേപിക്കുന്നവരാണ് വർഗീയവാദികൾ. അൻവർ അങ്ങനെയല്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ അൻവറിന്റെ വിശ്വാസം അൻവറിനെ രക്ഷിക്കട്ടെ. താൻ CPM സഹയാത്രികനാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ സംബന്ധിച്ച അഭിമുഖ വിവാദം PR ഏജൻസിക്ക് പറ്റിയ പിഴവാണെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. പാർട്ടി രൂപീകരിക്കുമെന്ന് പി.വി. അൻവർ പ്രഖ്യാപിച്ചിരുന്നു. തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും പി.വി. അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIMൻ്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിനറിയാമല്ലോ. എന്നെയും ശരിക്കും പ്രശാന്തിനറിയാം. ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല. എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങളുണ്ടാവും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും. മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും, പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും. അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല. നമ്പർ 1, ജില്ലാ സെക്രട്ടറി RSS ബന്ധമുള്ളയാളാണ്. ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. EN മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ. അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം. എന്നാൽ അദ്ദേഹം ഒരു RSSകാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല.
ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 18 വർഷം 19 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട്. ആ 19 വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ശശിയുടെ RSS ബന്ധം എന്ന് പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം, ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദ് ഹാജി, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത്. അപ്പം ഞാൻ പാലോളിയുടെ പ്രസ്താവന വന്നപ്പോൾ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദ് ഹാജി അന്ന് പറഞ്ഞ കാര്യമാണ്. കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും AV അബ്ദുറഹിമാൻ ഹാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു, സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണ് ഉണ്ടായത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി.